അവൻ പ്രവീണൊക്കെ നമ്മൾ വീണ്ടും ഇതേപറ്റി സംസാരിച്ചു. ഞാൻ അങ്ങനെ എന്റെ പിണങ്ങി മൊത്തത്തില് പിണങ്ങി സംബന്ധിച്ച് ഞാൻ ഈ ഒരു വിഷയത്തില് അതാണ് എടുത്തെടുത്ത് നിന്റെ ചോദിച്ചത്. നിന്റെ നമ്പർ എന്റെ പൊന്ന് ചേട്ടാ എന്റെ നമ്പറാണ് കൊടുത്തത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഐലൈനറിട്ട് എഴുതിയാണ് കൊടുത്തത്. ഞാൻ അവളെ നമ്പർ നിനക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇത് എന്റെ റൂമിൽ എന്റെ ബെഡിൽ ഇരുന്ന് ഉണ്ട്. ഇതാണ് നമ്പർ. എന്റെ ഇപ്പോഴും ഉണ്ട് അത്. അവളെ കയ്യിലും ഉണ്ട് അത്. ഒന്നെങ്കിൽ അവളുടെ കബോർഡിൽ കാണും അത്. അവൾ കള്ളം പറയണേണ്. അവളെ ഈ നമ്പറിൽ ഇതുപോലെ വേസ്റ്റ് ഇട്ട് കളഞ്ഞെന്ന് പറഞ്ഞാൽ അവൾ വെറുതെ പറയുന്നതാണ്. ഉണ്ട്. നൂറെ വിളിച്ച് ചോദിച്ചാൽ ഉണ്ട്. നൂറെ ചോദിക്കും. അപ്പൊ നമുക്ക് സത്യം പറയാൻ പറ്റുമല്ലോ. എന്നിട്ട് അവൾ വേറൊരു കള്ളോട് പറഞ്ഞു, എന്ത് പുറത്തിറങ്ങുമ്പോ അക്ബറിന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാൻ. ഞാൻ അങ്ങനെ പറയൂ? ഞാൻ അങ്ങനെ പറയൂ? ഞാൻ പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞറിയുമോ, ഇവിടെ എന്റെ നിങ്ങളോട് ചോദിച്ചു എന്തെങ്കിലും ചെയ്യണ്ട, എന്തെങ്കിലും പറയണ്ട. കാരണം അന്ന് അക്ബറിന് വലിയ പ്രശ്നങ്ങളായിട്ട് നിൽക്കും. ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ട്, എന്തെങ്കിലും പറ. ഞാൻ പറഞ്ഞു വീട്ടിലെന്തോ പറയാൻ, വീട്ടിലൊന്നും പറയാനില്ല. ഹാപ്പി ആയിട്ടിരിക്കണം, കരയണതൊക്കെ അത് പറയണം. ഒന്നുമില്ല, ഞാൻ നന്നായിട്ട് നിൽക്കുന്നതെന്ന് വിഷമിക്കുന്ന വേണ്ട. പ്രാർത്ഥിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പ്രാർത്ഥിക്കണം, പിന്നെ എല്ലാ അമ്പലങ്ങളിലും പോയി ഒന്ന് ജസ്റ്റ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാൻ പറഞ്ഞു. അല്ല, ഞാന് ഇങ്ങനൊരു കാര്യം, അതായത് ഞാൻ പലരുടെയും ഗെയിമും പലരുടെയും സ്വഭാവവും പലരുടെയും ക്യാരക്ടറും കാണുമ്പോൾ നമ്മൾ ഓരോ പാട്ടുകൾ പലപ്പോഴായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ചില ആളുകൾക്ക് അത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ശാരീരിക അടുത്ത് അന്ന് സോറി. അല്ല, അത് പതുക്കെയാണ് പറഞ്ഞത്. ഡ്രസ്സിംഗ് റൂമിൽ വെച്ചത്. ഡ്രസ് റൂമിൽ എന്ത് പറഞ്ഞാലും കേൾക്കുമെന്ന് എനിക്കറിയാം. അതിപ്പോ എന്റെ അടുത്ത് മസ്തന്നെ പറഞ്ഞു, ഒരിക്കലും അക്ബറിന്റെ കാര്യത്തിലൊന്നും ഞാൻ പറയത്തില്ല. എന്ത് ചേട്ടാ ഞാൻ കണ്ടപ്പം അക്ബർ ഭയങ്കര ഡൗൺ ആയി. അവൻ മനസ്സിൽ ഒന്നെന്താ അറിയാം, ഒരാള് നമ്മൾ ഒരു ഇതിനു വേണ്ടി ഫൈറ്റ് നിങ്ങളായാലും ബാക്കിയുള്ള 5 പേര് 6 പേരായാലും 6 പേരെ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞില്ല. അതില് അക്ബർ ആയാലും അക്ബർ നല്ല പ്ലെയറാണ്. എല്ലാരും ജയിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇങ്ങനെ ഒരു ഇത് കേൾക്കുമ്പോഴേ അപ്പൊ നിന്റെ ഇപ്പൊ നേരെ മറിച്ച് അക്ബർ ഇങ്ങനെ ചെയ്തു പറഞ്ഞാൽ നിനക്കെന്ത് ഫീൽ ചെയ്യും? ആത്മാർത്ഥമായിട്ട് മരിച്ച് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാ പിന്നെ നമ്മൾ കളിക്കുന്നത് എന്ന് തോന്നിപ്പോകും. അങ്ങനെ അവർ ചങ്ക് പൊട്ടിക്കരയുന്നുണ്ട്. ഞാൻ അത് കണ്ടു. അപ്പൊ ഞാൻ കേട്ട കഥ അപ്പൊ തന്നെ ഞാൻ ഒരു തണ്ടിത്തരാണ് കാണിച്ചത്. അതിന് ചോദിക്കണം. ഞാൻ അവരോട് പറഞ്ഞു, അവൾക്ക് തന്നെ ചോദിക്കണം. ഔട്ട് പോകണം. ഔട്ട് പോകണം. പ്രശ്നമുണ്ടെങ്കിൽ അത് ഔട്ട് പോകണം.